ഒരിക്കൽ ആചാര്യ ചാണക്യൻ തന്റെ പ്രിയ ശിഷ്യനായ ചന്ദ്രഗുപ്തനോടൊപ്പം മഗധരാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കൂറ്റൻ കല്ലുകൾ നീക്കുകയായിരുന്നു. വിയർപ്പിൽ കുളിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതേസമയം ഒരു മരത്തിന്റെ തണുത്ത തണലിലിരുന്നുകൊണ്ട് ഒരു വാസ്തുശില്പി ഒരു ഭൂപടത്തിൽ ചില വരകൾ വരയ്ക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഈ തൊഴിലാളികളുടെ ദയനീയാവസ്ഥ കണ്ട് ചന്ദ്രഗുപ്തൻ സങ്കടത്തോടെ ചോദിച്ചു, ഗുരുദേവ, ഈ തൊഴിലാളികൾ കഴുതകളെപ്പോലെ രാവും പകലും ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നു. എന്നിട്ടും അവർക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളില്ല. അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. എന്നാൽ മരച്ചുവട്ടിൽ മാത്രമിരിക്കുന്ന ആ മനുഷ്യൻ പട്ടുവസ്ത്രങ്ങൾ ധരിക്കുകയും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണിങ്ങനെ? ഇതാണോ ഈശ്വരന്റെ നീതി? ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു, മകനെ ചന്ദ്രഗുപ്ത, പണത്തെക്കുറിച്ച് എപ്പോഴും ഒരു കാര്യം ഓർക്കുക. രാവും പകലും വെറുതെ കഠിനാധ്വാനം ചെയ്യുന്നവന് ഒരിക്കലും പണം ലഭിക്കില്ല. മറ്റുള്ളവരെക്കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിക്കണം എന്നറിയുന്നവന്റെ അടുത്തേക്കാണ് പണം എപ്പോഴും പോകുന്നത്. ശാരീരികമായി അധ്വാനിക്കുന്നവർക്ക് ഒരിക്കലും ആവശ്യത്തിന് പണമുണ്ടാകില്ല. രാജാവ് ഒരിക്കലും സ്വയം കൂലിവേല ചെയ്യില്ല. ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും ഇന്ന് ദരിദ്രർക്കും സമ്പന്നർക്കും തുല്യമായി വീതിച്ചു നൽകിയാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദരിദ്രർ വീണ്ടും ദരിദ്രരാകുന്നതും സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്നതും നിനക്ക് കാണാം. കാരണം സമ്പത്തും ദാരിദ്ര്യവും നിർണയിക്കപ്പെടുന്നത് പണം കൊണ്ടല്ല, മറിച്ച് ബുദ്ധി കൊണ്ടാണ്. ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ ചോദിച്ചു, എങ്കിൽ ഗുരുദേവ, സമ്പന്നനാകാനുള്ള യഥാർത്ഥ രഹസ്യം എന്താണ്? ഒരു സാധാരണക്കാരന് എങ്ങനെ ധനികനാകാൻ കഴിയും? ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, സമ്പന്നനാകാനുള്ള 5 സൂത്രങ്ങൾ ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇതൊരു മനുഷ്യൻ പ്രാവർത്തികമാക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അവനെ ധനികനാകുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. ചാണക്യൻ തന്റെ ആദ്യത്തെ സൂത്രം നൽകിക്കൊണ്ടു പറഞ്ഞു, മകനെ, ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം നിന്റെ മുഴുവൻ ശ്രദ്ധയും സമയവും പണവും നിന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുക എന്നതാണ്. ശാരീരികാധ്വാനം നിനക്ക് 2 നേരത്തെ ഉണക്ക റൊട്ടി മാത്രമേ നൽകൂ. എന്നാൽ മാനസിക അധ്വാനം നിനക്കൊരു സാമ്രാജ്യം തന്നെ നേടിത്തരും. മഗധയിൽ ഒരിക്കൽ 2 മരംവെട്ടുകാർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മരംവെട്ടുകാരൻ വിശ്രമമില്ലാതെ ദിവസം 14 മണിക്കൂർ കോടാലി ഉപയോഗിച്ച് മരം വെട്ടി. രണ്ടാമത്തെ മരംവെട്ടുകാരൻ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും പണി നിർത്തി കുറച്ചുനേരം വിശ്രമിച്ചു. വൈകുന്നേരം മരങ്ങൾ തൂക്കി നോക്കിയപ്പോൾ ഇടവേളകളെടുത്ത് പണിയെടുത്ത രണ്ടാമത്തെയാൾ ഒന്നാമനേക്കാൾ ഇരട്ടി മരങ്ങൾ വെട്ടിയിരുന്നു. ഒന്നാമൻ ദേഷ്യത്തോടെ ചോദിച്ചു, ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? രണ്ടാമൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ ജോലി നിർത്തുമ്പോൾ ഉറങ്ങുകയായിരുന്നില്ല, മറിച്ച് എന്റെ കോടാലിയുടെ മൂർച്ച കൂട്ടുകയായിരുന്നു. കഴുതയെപ്പോലെ വെറുതെ പണിയെടുക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ നിൽക്കും. എന്നാൽ സ്വന്തം കഴിവുകൾക്കും സ്വന്തം കോടാലിക്കും മൂർച്ച കൂട്ടുന്നവൻ വിജയം വരിക്കും. പഠിക്കുന്നത് നിർത്തിയാൽ വിജയിക്കുന്നതും നിൽക്കും. കോടാലിയുടെ മൂർച്ച കൂട്ടാൻ നീ പഠിച്ചു. എന്നാൽ എവിടെ എപ്പോൾ വെട്ടണമെന്നറിയില്ലെങ്കിൽ ആ മൂർച്ച കൊണ്ട് എന്ത് പ്രയോജനം? ചാണക്യന്റെ രണ്ടാമത്തെ സൂത്രം ഓരോ ദിവസവും നിന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ആ അദൃശ്യമായ അവസരത്തെ കാണാൻ നിന്നെ പഠിപ്പിക്കും. ചാണക്യൻ രണ്ടാമത്തെ തത്വം വിശദീകരിച്ചു. മകനെ, ഇതാ ഞാൻ നിന്റെ വിധി മാറ്റാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസരങ്ങൾ ഒരിക്കലും ആരുടെയും വാതിലിൽ വന്ന് മുട്ടില്ല. അവ എപ്പോഴും വേഷം മാറിയാണ് വരിക. ചിലപ്പോൾ ഭയാനകമായ ഒരു പ്രതിസന്ധിയുടെ മുഖംമൂടി ധരിച്ച്, അല്ലെങ്കിൽ ആളുകളുടെ പരാതികളുടെ രൂപത്തിൽ. ഒരിക്കൽ രാജ്യത്ത് കടുത്ത വരൾച്ചയുണ്ടായി. നദികൾ വറ്റി, വിളകൾ കരിഞ്ഞുപോയി. എല്ലാവരും ആകാശത്തേക്ക് നോക്കി കരയുകയും തങ്ങളുടെ വിധിയെ പഴിക്കുകയും ചെയ്തു. എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യാപാരി കരയുന്നതിനു പകരം ഉടൻ തന്നെ തന്റെ വേഗതയേറിയ കുതിരകളെ അയൽരാജ്യങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്ന് കാളവണ്ടികളിൽ ധാന്യവും വെള്ളവും എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അവൻ ആ ദുരന്തത്തെ ഒരു അവസരമാക്കി മാറ്റി. വെറും 3 മാസം കൊണ്ട് അവൻ മഗധയിലെ ഏറ്റവും വലിയ ധനികനായി മാറി. വിപണിയിൽ മാന്ദ്യം വരുമ്പോഴോ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോഴോ വിഡ്ഢികൾ ഭയന്നൊളിക്കുന്നു. എന്നാൽ ബുദ്ധിമാൻ ആ മാന്ദ്യത്തിൽ നിക്ഷേപിക്കുന്നു. പണം നിന്നിലേക്ക് നടന്നുവരില്ല. പണം നിന്നിലേക്ക് വരാനുള്ള വഴി നീ തന്നെ കണ്ടെത്തണം. ആ വഴിയാണ് പ്രതിസന്ധികളിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരം. നീ ബുദ്ധി പ്രയോഗിക്കും, നീ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ നീ ചാണക്യന്റെ 3ാമത്തെ സൂത്രം ലംഘിച്ചാൽ ലോകത്തിലെ ഒരു ദൈവത്തിനും നിന്നെ ദരിദ്രനാകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. സ്വർണത്തിനും വെള്ളിക്കും പോലും വിലയില്ലാത്ത ആയുധമാണിത്. ചാണക്യന്റെ ശബ്ദം ഇപ്പോൾ കൂടുതൽ കർക്കശമായി. 3ാമത്തെ സൂത്രം സമയം പണത്തേക്കാൾ 1000 മടങ്ങ് വിലപ്പെട്ടതാണ്. പണം നിന്റെ അടിമയായി നിൽക്കുന്ന ആ സ്വാതന്ത്ര്യം നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യം നിന്റെ മനസ്സിൽ എന്നേക്കുമായി കോറിയിടുക. പണം പോയാലും ബിസിനസ് തകർന്നാലും നാളെ വീണ്ടും കെട്ടിപ്പടുക്കാം. എന്നാൽ കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും 3 ലോകങ്ങളിലെയും സമ്പത്ത് മുഴുവൻ നൽകിയാലും തിരികെ വാങ്ങാനാവില്ല. ഒരിക്കൽ ഒരു ശക്തനായ രാജാവിന് അയൽരാജ്യത്തെ ആക്രമിക്കണമായിരുന്നു.
ശത്രുദുർബലനും അശ്രദ്ധനുമായ ഈ സമയം തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യമെന്ന് സേനാപതി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഖജനാവ് എണ്ണുന്ന തിരക്കിലായിരുന്നു. അവൻ ആക്രമണം ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ആ ഒരു ദിവസം കൊണ്ട് ശത്രുക്കളുടെ ചാരന്മാർ വിവരമറിഞ്ഞു. അവർ ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി. ആ വിഡ്ഢിയായ രാജാവിന് യുദ്ധത്തിൽ തോൽവി മാത്രമല്ല, സ്വന്തം തലയും നഷ്ടപ്പെട്ടു. ഇക്കാലത്ത് ആളുകൾ തങ്ങളുടെ ഈ വിലപ്പെട്ട സമയം അനാവശ്യ വിനോദങ്ങൾക്കും ജീവിത ലക്ഷ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തവരുമായുള്ള സംസാരങ്ങൾക്കുമായി പാഴാക്കുന്നു. ധനികനാകുക എന്നത് കുട്ടികളുടെ കളിയല്ല. സ്വന്തം സമയത്തിൽ ഏറ്റവും കഠിനമായ അച്ചടക്കം പാലിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ യുദ്ധമാണത്. അങ്ങനെയുള്ളവന്റെ അടുത്ത് മാത്രമേ പണം നിൽക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ. സമയത്തിന്റെ സദുപയോഗം ചെയ്ത് നീ ഒരുപാട് പണം സമ്പാദിച്ചുവെന്ന് കരുതുക. എന്നാൽ നീ നിന്നിൽ ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ആ പണം തന്നെ നിന്റെ മരണത്തിന് കാരണമാകുമെന്ന് ചാണക്യന്റെ 4ാമത്തെ സൂത്രം പറയുന്നു. ഈ സൂത്രം നിന്നെ ഒറ്റ രാത്രി കൊണ്ട് ദരിദ്രനാകുന്നതിൽ നിന്ന് രക്ഷിക്കും. ചന്ദ്രഗുപ്തന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് ചാണക്യൻ 4ാമത്തെ തത്വം വിശദീകരിച്ചു. പണം സമ്പാദിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ പണം നിലനിർത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മാനസികമായ തയ്യാറെടുപ്പില്ലാതെ ലഭിക്കുന്ന പണം മനുഷ്യനെ അതിവേഗം നശിപ്പിക്കും. ഒരിക്കൽ ഒരു യാചകന് ഒരിടത്ത് കുഴിക്കുന്നതിനിടയിൽ മണ്ണിൽ പുതഞ്ഞുകിടന്ന സ്വർണം നിറച്ച ഒരു കുടം ലഭിച്ചു. അവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. അവൻ ഉടൻ തന്നെ തന്റെ പഴയ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ വാങ്ങി. രാവും പകലും മദ്യപിക്കാൻ തുടങ്ങി. ഗ്രാമം മുഴുവൻ തന്റെ പണത്തിന്റെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. അവന്റെ ഈ വിഡ്ഢിത്തം കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ക്രൂരരായ കൊള്ളക്കാർ ഇതറിഞ്ഞു. ഒരു രാത്രി അവർ അവനെ ആക്രമിച്ചു. അവന്റെ സ്വർണമെല്ലാം കവർന്നെടുക്കുക മാത്രമല്ല, അവനെ ക്രൂരമായി മർദ്ദിച്ച് ജീവച്ഛവമാക്കി. ആ വ്യക്തി വീണ്ടും താൻ തുടങ്ങിയ അതേ തെരുവിലേക്ക് തന്നെ ഇഴഞ്ഞെത്തി. ഒരു സാധാരണക്കാരന് പെട്ടെന്ന് വലിയൊരു ലോട്ടറി അടിക്കുകയോ ബിസിനസ് പച്ചപിടിക്കുകയോ ചെയ്യുമ്പോൾ അവൻ ആദ്യം തന്നെ പൊങ്ങച്ചം കാണിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും കടക്കെണിയിൽ വീഴുകയും ചെയ്യുന്നു. പണം അതിവേഗം ഒഴുകുന്ന അക്രമാസക്തമായ ഒരു നദിയാണ് ചന്ദ്രഗുപ്ത. പണം വരുന്നതിനു മുമ്പ് സ്വന്തം സ്വഭാവം കൊണ്ടും ശീലങ്ങൾ കൊണ്ടും ശക്തമായ ഒരു അണക്കെട്ട് നിർമ്മിച്ചില്ലെങ്കിൽ ആ നദി നിന്റെയെല്ലാം ഒഴുക്കിക്കൊണ്ടുപോകും. പണം വരുന്നതിനു മുമ്പ് സ്വയം അതിന് അർഹനാക്കുക. ഇതെല്ലാം ചെയ്തിട്ടും ഒരു അവസാന തെറ്റുകൂടിയുണ്ട്. അത് ചിതൽ പോലെ നിന്റെ മുഴുവൻ സാമ്രാജ്യത്തെയും തിന്നുതീർക്കും. 10 വർഷത്തിനു ശേഷം നീ രാജാവാകുമോ അതോ വീണ്ടും യാചകനാകുമോ എന്ന് 5ാമത്തെ സൂത്രം തീരുമാനിക്കുന്നു. ചാണക്യൻ തന്റെ 5ാമത്തെയും അവസാനത്തെയും സൂത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു: നീ എത്ര ബുദ്ധിമാനായാലും, നിന്റെ തന്ത്രങ്ങൾ എത്ര കൃത്യമായാലും, നിന്റെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നിന്റെ പതനമുറപ്പാണ്. ഒരു മനുഷ്യന്റെ ഭാവി എന്ന് പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയാണ്. വളരെ കഴിവുള്ള ഒരു യുവാവുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവന് ചില നെഗറ്റീവ് ചിന്താഗതിക്കാരായ ചൂതാട്ടക്കാരുമായും മദ്യപരുമായും കൂട്ടുകൂടേണ്ടി വന്നു. തുടക്കത്തിൽ അവൻ അവരോടൊപ്പം ഇരിക്കുകയും അവരെ നോക്കിക്കാണുകയും മാത്രമാണ് ചെയ്തത്. താൻ ഒരിക്കലും കളിക്കില്ല എന്ന് അവൻ കരുതി. എന്നാൽ പതുക്കെ അവരുടെ നെഗറ്റീവ് എനർജി അവന്റെ ബുദ്ധിയെ കാർന്നു തിന്നു. അവനും കളിക്കാൻ തുടങ്ങി. ഒരൊറ്റ വർഷത്തിനുള്ളിൽ ആ പണ്ഡിതനായ യുവാവ് തന്റെ മുഴുവൻ അറിവും ബഹുമാനവും പാരമ്പര്യ സ്വത്തുക്കളും ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തി. നീ എവിടെയിരിക്കുന്നു, ആരുടെ കൂടെ നിന്റെ സമയം പങ്കിടുന്നു എന്നത് തന്നെയാണ് നിന്റെ ചിന്ത എത്രത്തോളം വലുതായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. എപ്പോഴും വിധിയെ പഴിക്കുന്ന അലസരായ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകളുടെ കൂടെയാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീയും അവരെപ്പോലെയാകും. നിന്നെ നിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകറ്റുന്നവരെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. ചന്ദ്രഗുപ്തൻ ഈ കൈപ്പേറിയതും ആഴത്തിലുള്ളതുമായ കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. എന്നാൽ പെട്ടെന്ന് അവന്റെ മുഖത്ത് ആഴത്തിലുള്ള ഒരു ഉത്കണ്ഠയുണ്ടായി. അവൻ വളരെ പ്രായോഗികമായ ഒരു പ്രശ്നം മുന്നോട്ടുവച്ചു. അത് ചാണക്യനെപ്പോലും പുഞ്ചിരിക്കാൻ നിർബന്ധിതനാക്കി. ചന്ദ്രഗുപ്തൻ ചോദിച്ചു: ഗുരുദേവ, അങ്ങയുടെ ഈ കർശനമായ നയങ്ങളിലൂടെ വലിയ സമ്പത്ത് സമ്പാദിക്കാൻ കഴിയും. എന്നാൽ വിനാശകരമായ മറ്റൊരു സത്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് പണം ലഭിക്കുമ്പോൾ അവന്റെ സ്വന്തം ബന്ധുക്കളും ബാല്യകാല സുഹൃത്തുക്കളും പരിചയക്കാരും പെട്ടെന്ന് കടം ചോദിച്ചു വരുന്നു. ആ സമയത്ത് വല്ലാത്തൊരു ധർമ്മസങ്കടം ഉടലെടുക്കുന്നു. അവർക്ക് പണം നൽകാൻ വിസമ്മതിക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്താൽ വർഷങ്ങൾ പഴക്കമുള്ള ബന്ധങ്ങൾ ഒറ്റയടിക്ക് തകരുകയും ആളുകൾ നമ്മെ അഹങ്കാരി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നാം സമ്പാദിച്ച പണം അവർക്ക് നൽകിയാൽ ആ പണം ഒരിക്കലും തിരികെ ലഭിക്കില്ല, നമ്മുടെ പണം നഷ്ടപ്പെടുന്നു. ഈ കുടുംബചിതലുകളിൽ നിന്ന് നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തെ എങ്ങനെ സംരക്ഷിക്കാം? ശാന്തവും തേജസ്സുറ്റതുമായ ചാണക്യന്റെ മുഖത്ത് നേരിയതും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ ബുദ്ധിമാനായ ശിഷ്യന്റെ ഈ ചോദ്യം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തന്റെ കാവ്യവസ്ത്രങ്ങൾ അല്പം ഒതുക്കി വളരെ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു: മകനെ ചന്ദ്രഗുപ്ത, പണം സംരക്ഷിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് രാവും പകലും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നശിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെയും മഹത്വമല്ല, മറിച്ച് അവന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന്റെ തെളിവാണ്.
ശരിയായ സമയത്തില്ല എന്ന് പറയാൻ അറിയാത്തവന് ജീവിതത്തിൽ ഒരിക്കലും ധനികനായി തുടരാനാകില്ല. കടം ചോദിക്കുന്നവരിൽ നിന്നുള്ള ഈ അപകടകരമായ മായാജാലത്തെ നേരിടാനുള്ള കുറ്റമറ്റ 5 തന്ത്രങ്ങൾ ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതുവഴി പാമ്പ് ചാവുകയും ചെയ്യും, വടി ഒടിയുകയുമില്ല. ഒന്നാമത്തെ തന്ത്രം സമയമെന്ന കവചമാണ്. ആരെങ്കിലും നിന്നോട് പണം ചോദിച്ചാൽ അവൻ എത്ര വലിയ അടിയന്തര സാഹചര്യത്തിന്റെ കഥ പറഞ്ഞാലും ആ നിമിഷം തന്നെ അവനോട് അതെ എന്നോ ഇല്ല എന്നോ പറയരുത്. വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനം എപ്പോഴും വിനാശകരമാണ്. ഇന്ന് ആരെങ്കിലും ഇങ്ങനെയൊരു ആവശ്യവുമായി വന്നാൽ അവന്റെ കണ്ണുകളിൽ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടെ പറയുക, സഹോദര, നിന്റെ ഈ ബുദ്ധിമുട്ട് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പക്ഷേ എന്റെ പണമെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ബിസിനസ്സിലോ ആയി കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് നാളെ വരെ സമയം തരൂ. ഞാൻ എന്റെ കണക്കുകൾ നോക്കിയിട്ട് നാളെ വൈകുന്നേരം വ്യക്തമായി പറയാം. ഓർക്കുക ചന്ദ്രഗുപ്ത, യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടിലുള്ള വ്യക്തി 24 മണിക്കൂർ കാത്തിരിക്കും. എന്നാൽ നിന്നെ വഞ്ചിക്കാനും ആസ്വദിക്കാനും അല്ലെങ്കിൽ നിന്റെ മാന്യതയെ ചൂഷണം ചെയ്യാനും പണം ചോദിക്കുന്നവൻ ആ സമയം കൊണ്ട് എളുപ്പത്തിൽ ഇരയാക്കാൻ കഴിയുന്ന മറ്റൊരാളെ കണ്ടെത്തും. എന്നാൽ ചന്ദ്രഗുപ്ത 24 മണിക്കൂറിന് ശേഷം ആ വ്യക്തി വീണ്ടും നിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ എന്തു ചെയ്യും? വികാരങ്ങളുടെ നാടകം കളിക്കുന്നവർക്കായി ചാണക്യന്റെ രണ്ടാമത്തെ അസ്ത്രം തയ്യാറാണ്. അത് എതിർവശത്തുള്ളവന്റെ ഉദ്ദേശത്തെ പൂർണ്ണമായും തുറന്നുകാട്ടും. ചാണക്യൻ തന്റെ രണ്ടാമത്തെ തന്ത്രം വിശദീകരിച്ചു. രണ്ടാമത്തെ തന്ത്രമാണ് ബുദ്ധിയുടെ അസ്ത്രം, അതായത് ശരിയായ ചോദ്യം ചോദിക്കാനുള്ള കല. 24 മണിക്കൂറിന് ശേഷം ആ വ്യക്തി വീണ്ടും നിന്റെ മുന്നിൽ വരുമ്പോൾ നിന്റെ പക്കൽ എന്തുകൊണ്ട് പണമില്ല എന്ന് വിശദീകരിക്കാൻ നിൽക്കരുത്. പ്രതിരോധിക്കുന്നതിനു പകരം നേരിട്ട് മനഃശാസ്ത്രപരമായ ആക്രമണം നടത്തുക. അവനോട് നേരിട്ട് ചോദിക്കുക, സുഹൃത്തെ, ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കാം, പക്ഷേ എന്റേതായ ഒരു വലിയ ആവശ്യം വരാനിരിക്കുകയാണ്. നീ ഈ പണം തിരികെ നൽകാനുള്ള കൃത്യമായ പ്ലാൻ എന്താണെന്ന് എന്നോട് പറയൂ. ഈ തുക എവിടെ നിന്ന്, എങ്ങനെ, ഏത് ദിവസം നീ തിരികെ കൊണ്ടുവരും? ഇത് വലിയ വലിയ ആളുകളെപ്പോലും വിയർപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഉദ്ദേശ്യത്തിൽ കള്ളത്തരമുള്ളവർ പരുങ്ങാൻ തുടങ്ങും, ഉരുണ്ടുകളിക്കും, അല്ലെങ്കിൽ പറയും, എന്നെ വിശ്വസിക്കടാ സുഹൃത്തെ, ഞാൻ ഓടിപ്പോകുമോ എന്ന്. അപ്പോൾ തന്നെ നീ മനസ്സിലാക്കുക, ഇവിടെ പണം നൽകുക എന്നത് നിന്റെ തന്നെ നാശത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന്. ആ വ്യക്തി എന്തെങ്കിലും കള്ളക്കഥയുണ്ടാക്കുകയോ തെറ്റായ വാഗ്ദാനം നൽകി നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ എന്തു ചെയ്യും? ചാണക്യന്റെ മൂന്നാമത്തെ തന്ത്രം വലിയ വലിയ തട്ടിപ്പുകാരെയും മധുരമായി സംസാരിക്കുന്നവരെയും നിലയ്ക്ക് നിർത്തുന്നതാണ്. മൂന്നാമത്തെ തന്ത്രം സുരക്ഷയുടെ കർശന നിയമമാണ്. യാതൊരു ഈടോ ഗ്യാരണ്ടിയോ ഇല്ലാതെ നൽകുന്ന പണം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മണലിൽ വീണ വെള്ളത്തുള്ളി പോലെയാണ്. അത് വീഴുന്ന നിമിഷം തന്നെ വറ്റിപ്പോകുന്നു. നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ നിനക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിലും അവൻ ഉരുണ്ടുകളിക്കുകയാണെങ്കിൽ അവനോട് വ്യക്തമായി കണ്ണുകളിൽ നോക്കി പറയുക, വിശ്വാസം അതിന്റെ സ്ഥാനത്ത് ശരി തന്നെയാണ് സഹോദര. എന്നാൽ പണത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ നിനക്ക് ഈ തുക നൽകാം, എന്നാൽ പകരമായി നീ എനിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖാമൂലമുള്ള എഗ്രിമെന്റ് ചെയ്യുകയോ വേണം. ചന്ദ്രഗുപ്ത, നല്ല ഉദ്ദേശമുള്ളവനും ശരിക്കും പണം തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നവനുമായ വ്യക്തി ഉടൻ തന്നെ ഗ്യാരണ്ടി നൽകും. എന്നാൽ മടി കാണിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിനക്കെന്നെ സംശയമാണോ, നമ്മുടെ വർഷങ്ങളുടെ സൗഹൃദത്തിന് ഇതാണോ വില എന്ന രീതിയിലുള്ള ഇമോഷണൽ കാർഡ് കളിക്കുകയോ ചെയ്താൽ ആ നിമിഷം തന്നെ മനസ്സിലാക്കുക, അവൻ നിന്റെ പണം മുക്കാൻ തന്നെയാണ് വന്നതെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉടൻ തന്നെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ എത്രത്തോളം സമർത്ഥരാണെന്ന് വെച്ചാൽ, ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ അവർ ബന്ധത്തിന്റെയും ബഹുമാനത്തിന്റെയും പേര് പറഞ്ഞ് നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. അത്തരം സാഹചര്യങ്ങളിൽ ഒരൊറ്റ മോശം വാക്കുപോലും ഉപയോഗിക്കാതെ യുദ്ധം ജയിപ്പിക്കുന്ന ചാണക്യന്റെ നാലാമത്തെ ബ്രഹ്മാസ്ത്രം ഉപകാരപ്പെടും. ചാണക്യൻ അതിശയകരമായ ഒരു തന്ത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നാലാമത്തെ തന്ത്രം ദൗർലഭ്യത്തിന്റെ മായയാണ്. അതായത് പണമില്ല എന്ന തോന്നലുണ്ടാക്കുക. നിന്റെ പക്കൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്ന് മറ്റുള്ളവരെ ഒരിക്കലും അറിയിക്കരുത്. ആരെങ്കിലും ഒരുപാട് നിർബന്ധിക്കുകയും ബന്ധത്തിന്റെ പേര് പറയുകയും ചെയ്താൽ ഉത്കണ്ഠയുള്ള ഒരു മുഖത്തോടെ പറയുക, സുഹൃത്തെ, പണം എന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിപ്പോൾ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കീമിലോ നിക്ഷേപിച്ചു. അവിടെ നിന്ന് പാതി വഴിയിൽ പണം പിൻവലിച്ചാൽ എനിക്ക് 10% വലിയ പെനാൽറ്റി വരും. ആ നഷ്ടം ഇപ്പോൾ പണമായി നികത്താൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ പണം പിൻവലിച്ച് നിനക്ക് നൽകാം. വിശ്വസിക്കൂ ചന്ദ്രഗുപ്ത, ലോകത്തെ ഒരു കടക്കാരനും നിന്റെ നഷ്ടം സ്വന്തം പോക്കറ്റിൽ നിന്ന് നികത്താൻ ആഗ്രഹിക്കില്ല. അവൻ തനിയെ മിണ്ടാതെ പിന്മാറും. നിങ്ങളുടെ ബന്ധം സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ചന്ദ്രഗുപ്തൻ അവസാനത്തെ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചു, പക്ഷേ ഗുരുദേവ, വന്നയാൾ യഥാർത്ഥത്തിൽ ജീവൻമരണ പോരാട്ടത്തിലാണെങ്കിലോ? കുടുംബത്തിലെ ആരെങ്കിലും മരണക്കിടക്കയിലാണെങ്കിലോ? അപ്പോഴും നാം അവരെ വെറും കൈയോടെ തിരിച്ചയക്കണമോ? ഈ ധർമ്മസങ്കടത്തിനുള്ള ഏറ്റവും കുറ്റമറ്റതും മാനുഷികവുമായ പരിഹാരമാണ് ചാണക്യന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും നിയമം. വളരെ മൃദുവായതും എന്നാൽ പ്രായോഗികവുമായ സ്വരത്തിൽ ചാണക്യൻ പറഞ്ഞു, അഞ്ചാമത്തെ തന്ത്രം ചെറിയ ദാനമാണ്. ഇത് ശത്രുത ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്.
എതിർവശത്തുള്ളയാൾ യഥാർത്ഥത്തിൽ വലിയൊരു ചികിത്സ അല്ലെങ്കിൽ കുടുംബ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അവൻ നിനക്ക് വളരെ വേണ്ടപ്പെട്ടവനാണെന്നും നിനക്ക് ആഴത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ചോദിച്ച മുഴുവൻ തുകയും കടമായി നൽകുന്നതിനു പകരം നിന്റെ കഴിവനുസരിച്ച് ചെറിയൊരു തുക ദാനമായി നൽകുക. ഉദാഹരണത്തിന്, അവൻ നിന്നോട് 50,000 രൂപ ചോദിക്കുന്നു. അവന്റെ സാമ്പത്തിക സ്ഥിതി അത് ജീവിതത്തിൽ ഒരിക്കലും തിരികെ നൽകാൻ കഴിയില്ല എന്ന് നിനക്കറിയാമെങ്കിൽ അവനോട് വളരെ വിനയത്തോടെ പറയുക, സഹോദര, 50,000 രൂപ ഇപ്പോൾ എന്നെക്കൊണ്ട് സംഘടിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു യഥാർത്ഥ സുഹൃത്തെന്ന നിലയിൽ ഞാൻ നിനക്ക് 5,000 രൂപ നൽകുകയാണ്. ഇത് നീ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരികെ നൽകേണ്ടതില്ല. എന്റെ ഭാഗത്തുനിന്നുള്ള ചെറിയൊരു സഹായമാണിത്. ഇതിലൂടെ നിന്നെ തെരുവിലിറക്കിയേക്കാവുന്ന ആ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടും. ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ വ്യക്തിക്ക് സഹായവും ലഭിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും വിള്ളലുണ്ടാകില്ല. ഏറ്റവും വലിയ കാര്യം, അവന്റെ കണ്ണുകളിൽ നിനക്കുള്ള ബഹുമാനം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ചന്ദ്രഗുപ്തൻ ആഴത്തിലുള്ളതും അതിരറ്റതുമായ സംതൃപ്തിയോടെ ഗുരുവിന്റെ മുന്നിൽ തലകുനിച്ചു പറഞ്ഞു, ഗുരുദേവ, ഇന്ന് അങ്ങ് എന്റെ അജ്ഞതയുടെ എല്ലാ വലകളെയും നശിപ്പിച്ചു. പണം സമ്പാദിക്കുന്നത് വെറും കഴുതകളെപ്പോലെ ശാരീരികമായി അധ്വാനിക്കുന്ന ഒന്നല്ല, മറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര തന്ത്രമാണെന്നും സമ്പാദിച്ച ആ പണത്തെ സംരക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയൊരു കലയാണെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഒരിക്കലും വികാരങ്ങൾക്കടിമപ്പെട്ട് എന്റെ ഒരു നിമിഷമോ എന്റെ പണമോ ഞാൻ പാഴാക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ചാണക്യൻ തന്റെ കൈ ചന്ദ്രഗുപ്തന്റെ ശിരസിൽ വെച്ച് അവസാനം പറഞ്ഞു, മകനെ, ഇതുതന്നെയാണ് ചാണക്യനീതിയുടെ അന്തിമസാരം. ശാരീരിക അധ്വാനം നിന്നെ ഈ ക്രൂരമായ ലോകത്ത് ജീവിച്ചിരിക്കാൻ മാത്രമേ സഹായിക്കൂ. എന്നാൽ മാനസിക അധ്വാനവും ആഴത്തിലുള്ള തന്ത്രവും നിന്റെ ബുദ്ധിയും ചരിത്രത്തിൽ നിന്നെ അമരനാക്കും. അജ്ഞരെപ്പോലെ വികാരങ്ങൾക്കടിമപ്പെട്ട് സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് നിന്റെ മഹത്വത്തിന്റെയല്ല, നിന്റെ വിഡ്ഢിത്തത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സുഹൃത്തുക്കളെ, കഴുതകളെപ്പോലെ ചിന്തിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്യുകയും ഒരു തന്ത്രജ്ഞനെപ്പോലെ മാനസികാവസ്ഥ മാറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? വികാരങ്ങൾക്കടിമപ്പെട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചോര നീരാക്കിയുണ്ടാക്കിയ സമ്പാദ്യം ആർക്കെങ്കിലും നൽകുകയും പിന്നീട് ആ വ്യക്തിയുടെ യഥാർത്ഥ നിറം കണ്ട് പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ടോ? ആ കൈപ്പേറിയ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. ആചാര്യ ചാണക്യന്റെ ഈ ആഴത്തിലുള്ള തത്വങ്ങളും ഞങ്ങളുടെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഇതുപോലുള്ള ഡാർക്ക് സൈക്കോളജിക്കും കൈപ്പേറിയതെങ്കിലും യഥാർത്ഥവുമായ തത്വങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ സ്വന്തം ചാനലായ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നിഗൂഢമായ ചാണക്യനീതിയുമായി കാണാം.